നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. സദാ സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആഗ്രഹ നിവാരണത്തിന് പല മാർഗങ്ങളും നോക്കുമെങ്കിലും അതെല്ലാം സന്തോഷരഹിതമായാണ് തീരുന്നത്. ഏകാഗ്രതയും സമദൃഷ്ടിയും ഉണ്ടെങ്കിൽ മനസ്സിലെപ്പോഴും സന്തോഷമുണ്ടാകും. മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ജീവിതത്തെ പരിമിതപ്പെടുത്തണം. എന്നുവെച്ചാൽ നമ്മുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളും ഒതുക്കി നിർത്തണം. ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണം വേണം. ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ശ്രദ്ധ വേണം. കണ്ണിനും കാതിനും ചിന്തകൾക്കുമെല്ലാം പ്രത്യേകം കാവൽക്കാരെ നിർത്തി നിയന്ത്രിക്കണം. അങ്ങനെ ബാഹ്യമായ വ്യവഹാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നത് മുതൽ സന്തോഷം അല്ലെങ്കിൽ ശാന്തി അനുഭവിച്ചു തുടങ്ങും. നമുക്ക് ചുറ്റുമുള്ള എല്ലാം ശുഭമാണെന്ന് മനസ്സിലെ കൊണ്ട് പരിശീലിപ്പിക്കണം. അതിന് എല്ലാത്തിനോടുമുള്ള സമദൃഷ്ടി ആവശ്യമാണ്. ചുറ്റുമുള്ളതിൽ തിന്മ കാണുന്നത് നമ്മുടെ ദൃഷ്ടിയുടെ പോരായ്മയാണ്. ഞാൻ എങ്ങനെയോ അതുപോലെ തന്നെയായിരിക്കും നമുക്ക് ചുറ്റുമുള്ള ലോകവും. ചുറ്റുമുള്ളവയിൽ അശുഭം ദർശിച്ചാൽ പിന്നെ എല്ലാത്തിനോടും സംശയദൃഷ്ടിയായിരിക്കും. സംശയമുള്ളിടത്ത് സന്തോഷത്തിന് നിൽക്കാൻ പറ്റില്ല. ഞാൻ മാത്രം, എനിക്ക് സ്വന്തം, ബാക്കിയെല്ലാം എൻ്റെ ശത്രുക്കൾ എന്ന വിചാരമുള്ളിടത്തോളം മനസ്സിന് ഏകാഗ്രതയുണ്ടാകില്ല. ഒന്നിനോടും സമദൃഷ്ടി ഭാവവും ഉണ്ടാകില്ല. എന്നാൽ എവിടെയും എല്ലാത്തിലും സമദൃഷ്ടി കാണുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. ഇത്യേഷാ കണ്ഠസ്ഥ പ്രശ്നോത്തരരത്നമാലിക യേഷാം തേ മുക്താഭരണായിവ വിമലശ്ച ഭാന്തി സത്സമാജേഷു. ഇത്യേഷാ കണ്ഠസ്ഥ പ്രശ്നോത്തരരത്നമാലിക യേഷാം തേ മുക്താഭരണായിവ വിമലശ്ച ഭാന്തി സത്സമാജേഷു. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലിക അതിൽ 66-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതിനകം 180 ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു. ഇനി 181-ാമത്തെ, അതായത് ഒടുവിലത്തെ പ്രശ്നവും അതിൻ്റെ സമാധാനവുമാണ്. അവസാനം ചോദിച്ചത് 180-ാമത്തെ ചോദ്യം മോക്ഷഃ കഃ എന്നായിരുന്നു. മോക്ഷം എന്താണ്? മറുപടി പറഞ്ഞു അവിദ്യാസ്തമയമാണ്, അവിദ്യയുടെ അസ്തമയമാണ് മോക്ഷം. അനന്തരം ചോദിക്കുകയാണ് കഃ സർവവേദഭൂഹു. കഃ സർവവേദഭൂഹു. സർവവേദഭൂഹു എന്താണ്?
ഇവിടെ ഇതിനകം നമ്മൾ പുരുഷാർത്ഥങ്ങളെ സംബന്ധിക്കുന്ന ധർമ്മത്തെ സംബന്ധിച്ചും മോക്ഷത്തെ സംബന്ധിച്ചും അർത്ഥകാമങ്ങളെ സംബന്ധിച്ചും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യജീവിതം എങ്ങനെയാവണം, എന്തൊന്നും ചെയ്യരുത്, എന്തെല്ലാം ചെയ്യണം, ലക്ഷ്യമെന്ത്, മാർഗമെന്ത്, ഈ വക വിഷയങ്ങളിലേക്ക് മുഴുവൻ ഉൾക്കാഴ്ച നൽകുന്നതാണ് പ്രശ്നോത്തര രത്നമാലികയിൽ ഇതിനകം നമ്മൾ ചോദ്യോത്തര രൂപത്തിൽ പഠിച്ച 180 പ്രശ്നോത്തരങ്ങളും. അവയുടെ മുഴുവൻ അടിസ്ഥാനം നിസ്സംശയം പറയാം വേദമാണ്. ധർമ്മമൂലം വേദമാണ്, മോക്ഷമൂലം വേദമാണ്. അപ്പോൾ വൈദികമായ ധർമ്മപദ്ധതിയുടെ അടിസ്ഥാനം വേദമാണ്, അതിൽ സന്ദേഹമില്ല. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്, വേദത്തിൻ്റെ ഭൂമി എന്താണ്? വേദം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എല്ലാത്തിൻ്റെയും പ്രഭവം വേദമാണെങ്കിൽ വേദത്തിൻ്റെ പ്രഭവം എന്ത്? മറുപടി ഓം. പ്രണവോച്ചാരണത്തോടുകൂടി ഗ്രന്ഥം സമാപിപ്പിക്കുകയാണ്. സർവവേദഭൂരഥ ചോം അധ ച ഓം. അധ ച എന്നുള്ള അവയവങ്ങളെ നമ്മൾ മാറ്റുക, അനന്തരം ഓം. പ്രണവമാണ്. സകല വേദങ്ങളും ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നുള്ള ഭേദങ്ങളിൽ വ്യവഹരിക്കപ്പെടട്ടെ. അവയിൽ തന്നെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന ഭാഗങ്ങൾ കൽപ്പിക്കപ്പെടട്ടെ. ഇനി അവയുടെ അംഗങ്ങളായിട്ടുള്ള ശിക്ഷയും കൽപ്പവും വ്യാകരണവും നിരുക്തവും ഛന്ദസ്സും ജ്യോതിഷവും, ഉപവേദങ്ങളായിട്ടുള്ള ആയുർവേദവും ധനുർവേദവും സ്ഥപത്യവേദവും ഗാന്ധർവവേദവും അർത്ഥശാസ്ത്രവും, ഇതെല്ലാം ഉള്ളടങ്ങുന്ന വേദം. വേദത്തിൻ്റെ വിശദീകരണാർത്ഥം രചിക്കപ്പെട്ട ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വേദത്തിൽ അധിഷ്ഠിതമായ വിചാര പദ്ധതികൾ, ദർശനങ്ങൾ, ഇവയിലൊക്കെ അടങ്ങിയ സദാചാര നിയമക്രമങ്ങളെ ക്രോഡീകരിച്ച സ്മൃതി ഗ്രന്ഥങ്ങൾ, ഇവയ്ക്ക് അനുസൃതമായി സൂക്ഷ്മ ഉപാസനയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഉപാസനാ ഗ്രന്ഥങ്ങൾ, തന്ത്രഗ്രന്ഥങ്ങൾ, ഇങ്ങനെ അതിബൃഹത്തായ അനേക ലക്ഷം ഗ്രന്ഥരാശിയിൽ വ്യാപിച്ചിരിക്കുന്ന സനാതനധർമ്മ ശാസ്ത്രമൂലം വേദമാണ്. എങ്കിൽ ആ വേദത്തിൻ്റെ മൂലം എന്ത്? വല്ലാത്ത ചോദ്യമാണ്. പറയുകയാണ്, അത് കേവലം ഒരൊറ്റ അക്ഷരമാണ്. ഓം. സർവേ വേദാ യത്പദമാമനന്ദേ തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത് എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കും. എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെയാണോ വിസ്തരിക്കുന്നത്, എല്ലാ തപസ്സുകളും ബ്രഹ്മചര്യാദി സാധനകളും എന്തിനെ ലക്ഷ്യമാക്കിയാണോ പറയപ്പെടുന്നത്, അത് ചുരുക്കമായി ഞാൻ പറഞ്ഞുതരാം, ഓം എന്നുള്ളതാണ്. ഓംകാരത്തിൽ നിന്നാണ് വേദത്തിൻ്റെ പ്രഭവം. ഓം എന്നുള്ള ശബ്ദത്തിൻ്റെ വിപുലീകരണമാണ്, വിശദീകരണമാണ് സകല ശാസ്ത്രങ്ങളും. അതിൽ സന്ദേഹമില്ല. മനുഷ്യന് ഉച്ചരിക്കാവുന്ന സർവശബ്ദങ്ങളുടെയും ഏക പ്രതിനിധിയാണ് ഓംകാരം. ഏറ്റവും മംഗളമാണ് ഓംകാരം. വേദം ആരംഭിക്കുന്നത് തന്നെ ഓം, അധ എന്നീ ശബ്ദങ്ങളോടുകൂടിയാണ്, ഓംകാരത്തോടു കൂടിയാണ്. ഓംകാരത്തിൻ്റെ വിസ്തൃതമായ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നില്ല. പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രണവമാണ്, ഓംകാരമാണ് വേദത്തിൻ്റെ പ്രഭവസ്ഥാനം. തുടർന്ന് ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്യേഷാ കണ്ഠസ്ഥ പ്രശ്നോത്തരരത്നമാലികായേഷാം തേ മുക്താഭരണായിവ വിമലാശ്ചാഭാന്തി സത്സമാജേഷു. ഇത്യേഷാ കണ്ഠസ്ഥ പ്രശ്നോത്തരരത്നമാലികായേഷാം തേ മുക്താഭരണായിവ വിമലാശ്ചാഭാന്തി സത്സമാജേഷു. ഇത്യേഷാ പ്രശ്നോത്തര രത്നമാലിക. ഇതാണ് പ്രശ്നോത്തര രത്നമാലിക. ഇത് ഏഷാ. ഇപ്പോൾ കഴിഞ്ഞ 66 ശ്ലോകങ്ങളിൽ പറയപ്പെട്ടതാണ് പ്രശ്നോത്തര രത്നമാലിക.
ഇത് യേശാം കണ്ഠസ്ഥ, ആരുടെ കണ്ഠസ്ഥമാണോ. അവിടെ കണ്ഠസ്ഥം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമാണ്. ഒന്ന്, ഇത് രത്നമാലികയാണ്, രത്നങ്ങൾ ചേർത്ത് കോർത്തെടുത്ത മാലയാണ്. മാല കണ്ഠത്തിലാണ് ധരിക്കുന്നത്, കഴുത്തിലാണ് ധരിക്കുന്നത്. അതുകൊണ്ട് ഈ മാല സദാ ധരിക്കുന്നവരെന്നർത്ഥം വരും. ഇനി മറ്റൊരർത്ഥം, ഇത് കണ്ഠസ്ഥമാവണം, ഇത് കാണാതെ പഠിച്ച് എപ്പോഴും കണ്ഠസ്ഥമാവണം, എപ്പോൾ ചോദിച്ചാലും പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മളിലിത് സജീവമായി നിൽക്കണം. അങ്ങനെ ഈ പ്രശ്നോത്തര രത്നമാലിക ആർക്ക് കണ്ഠസ്ഥമാണോ തേ അവർ മുക്താഭരണായിവ, മുത്തുകൊണ്ടുള്ള മനോഹരങ്ങളായ ആഭരണങ്ങൾ ധരിച്ചവരെന്ന പോലെ, സത്സമാജേഷു, സത്സമാജങ്ങളിൽ ആഭാന്തി, പ്രകാശിക്കുന്നു. അപ്പോൾ മുത്തുമാലകൾ ധരിച്ചവർ, രത്നമാലകൾ ധരിച്ചവരൊരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ശോഭിക്കും, അവരെല്ലാവരാലും ശ്രദ്ധിക്കപ്പെടും. അതുപോലെ ഈ പ്രശ്നോത്തര രത്നമാലികയാകുന്ന രത്നമാല ആര് കണ്ഠസ്ഥമായി ധരിച്ചിരിക്കുന്നോ അവർ സത്സമാജേഷു, സജ്ജനങ്ങളുടെ സമാജങ്ങളിൽ ആഭാന്തി, പ്രകാശിക്കുന്നു. എന്ന് മാത്രമല്ല, ചില മുത്തുകൾ നമ്മളിലെ ദോഷങ്ങളെ നീക്കി പരിശുദ്ധഭാവത്തെ നൽകുന്നതിന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഈ മുത്തുമാലയും നമ്മളെ വിമലന്മാരാക്കി തീർക്കും, പരിശുദ്ധന്മാരാക്കി തീർക്കും. അങ്ങനെ ഈ പ്രശ്നോത്തര രത്നമാലിക ധരിക്കുന്നവർ പരിശുദ്ധന്മാരാകും എന്നല്ല, സജ്ജനങ്ങളുടെ സഭകളിൽ അങ്ങേയറ്റം ശോഭിക്കും എന്ന് ഇതിൻ്റെ ഫലശ്രുതി പറഞ്ഞുകൊണ്ട് ഈ കൃതി ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ 66 ശ്ലോകം, ഫലശ്രുതി അടക്കം 67 ശ്ലോകങ്ങളിൽ വിപുലമായ 181 ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പഠിക്കുകയും ഓർമ്മിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ഏത് മാർഗത്തിൽ കഴിയുന്നവരായാലും വ്യക്തമായൊരു ജീവിത വീക്ഷണം, അടിപതറാതെയുള്ള ഗതി ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. നല്ലതുപോലെ അനുസന്ധാനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ കൃതി ഉപസംഹരിക്കുകയാണ്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीय मामृतात्।